ഇപ്പോൾ കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കതൊരു ബലമായേനെ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷമരായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ മണി ഉണ്ടായെങ്കിൽ ഞങ്ങളെ സഹായിച്ചേനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ഉത്തരങ്ങളായിട്ട് തന്നെ പറയാറുണ്ട്. ഈ ഒരു വിടവുണ്ടല്ലോ, അത് കലാഭവൻ ചിന്തയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? ശരിക്ക് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ ശരിക്കും ആളല്ല. കാരണം ഞാനൊക്കെ അത് നാദിർഷയ്ക്കും ദിലീപേട്ടനും അല്ലെങ്കിൽ അതുപോലുള്ള മണിച്ചേട്ടനോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. തുടങ്ങിയ സമയം മുതൽ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് യോഗ്യൻ പറയാൻ. നിങ്ങളിപ്പോൾ വിളിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഞാൻ പറയാൻ വേറെ ഒന്നല്ല. ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന നാദിർഷയ്ക്ക് വഴിയാണ്. മണിനാഥം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ മണിനാഥം എന്ന പ്രോഗ്രാമിൻ്റെ അവതാരകനായിരുന്നു ഞാൻ. നാദിർഷയ്ക്ക് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ വരുന്നതും. അങ്ങനെ പിന്നെ അവർ ഭയങ്കര എന്താ പറയുക, മണിച്ചേട്ടൻ്റെയും നാദിർഷയ്ക്കയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഉള്ളവരെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അപ്പോൾ അത് ഒരേ കാറ്റഗറിയിൽ അവർ കാണുള്ളൂ. അല്ലാതെ അവൻ വേറൊരു സെക്ഷൻ, സൗണ്ടുകാർ വേറൊരാൾ, അല്ലെങ്കിൽ പാട്ടുകാർ വേറൊരു സെക്ഷൻ, അങ്ങനെ ഒരു പരിപാടിയില്ല. നാദിർഷയ്ക്കും മണിച്ചേട്ടനൊക്കെ എന്താണോ അവർ കഴിക്കുന്ന അതേ ഭക്ഷണമാണ് നമുക്കും തരുന്നത്. അല്ലെങ്കിൽ അവർ കിടക്കുന്ന അതേ ഹോട്ടലിലാണ് നമുക്ക് റൂം തരുന്നത്. അതവർ പ്രത്യേകിച്ച് പറയും അത്. അപ്പം അതുകൊണ്ട് അങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിപാടികളൊന്നും ഇവർ ചെയ്തിട്ടുമില്ല. ഇവരങ്ങനെ നിൽക്കുന്നതല്ല. എല്ലാവരും ഇവരും താഴെക്കിടയിൽ നിന്ന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ഒരു അവരും ഈ പാതയിൽ തന്നെ യാത്ര ചെയ്യുന്നവരാണ് എന്നറിയാവുന്നതുകൊണ്ട് അവരതുപോലെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ മണിനാഥം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പം മണിച്ചേട്ടൻ നാദിർഷക്ക തുടങ്ങി വെക്കുന്നിടത്ത് നിന്ന് പിന്നെ മണിച്ചേട്ടൻ ഏറ്റെടുത്ത് പിന്നെ നാദിർഷയ്ക്കും മണിച്ചേട്ടനും നമ്മളൊരു കോമ്പിനേഷൻ, ഒരു കോംബോ വർക്ക് ചെയ്തൊരു 3-3.5 മണിക്കൂർ ഒരു എന്താ പറയുക ഉത്സവം പോലെയാണ്. എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. മിമിക്രിയും ഡാൻസും പാട്ടും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവരിത് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞാൻ കുറേ വർഷം 2012 മുതൽ ഞാൻ ഓൾറെഡി ഇവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ കലാഭവനിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അബലച്ചൻ മരിച്ചതിന് ശേഷം കലാഭവനിൽ നിന്ന് ഇറങ്ങി നേരെ സാലിക്കയാണ്, നാദിർഷയ്ക്കയുടെ ഒരു ബ്രദറുണ്ട് സാലിക്കയാണ് നാദിർഷോയിലേക്ക് മണിനാഥത്തിലേക്ക് കൊണ്ടുവരുന്നത് അവതാരകനായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ബന്ധം ഇങ്ങനെ വന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നാദിർഷയ്ക്ക് തിരക്കായി, മണിച്ചേട്ടന് പിന്നെ തിരക്കായി കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മണിനാഥം തുടങ്ങും. മണിനാഥം എന്നുള്ളത് മണികിലുക്കം തുടങ്ങുകയാണ് മണിച്ചേട്ടൻ. അപ്പം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിനക്ക് വരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ മണികിലുക്കത്തിൽ അവതാരകനായിട്ട് പോകുന്നു. അങ്ങനെ മണിച്ചേട്ടൻ പിന്നെ ഇപ്പോൾ നാദിർഷോ എന്ന് പറഞ്ഞിട്ടൊരു ഷോ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അതും പോകും, ഇടയ്ക്കിൻ്റെ അതും പോകും. അപ്പോൾ അങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം പരിപാടികളും ഷൂട്ടിങ്ങും മണിച്ചേട്ടൻ തമിഴ്, തെലുങ്ക്, മലയാളം ഉണ്ട്, പടത്തിൻ്റെ ഷൂട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫ്രീ ടൈമിൽ ഇങ്ങനെ ഇതെടുക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ മണിച്ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് മണിയിലുക്കം എന്ന് പറഞ്ഞ പേരിലും മണിനാഥം, മണിമുഴക്കം എന്നൊക്കെ പറഞ്ഞ പേരിൽ കുറേ പേര് പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ അത് പല പരിപാടികളും മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പിന് വെച്ചും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഇട്ടും മണിച്ചേട്ടൻ്റെ പാട്ട് പാടിയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മളപ്പോഴും ചിന്തിക്കുകയാണ് ഇവരുടെ കൂടെയൊക്കെ യാത്ര. നമ്മളിത് കാണും ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പം പറയും ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ അങ്ങനെയായിരുന്നു, ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ ഇങ്ങനെയായിരുന്നു, മണിച്ചേട്ടൻ്റെ അവിടെ ചെന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊന്ന് മീൻ പഠിക്കുന്ന കാണാം നമുക്ക്. പക്ഷേ യഥാർത്ഥ മണിച്ചേട്ടനെ കണ്ടത് ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. പുള്ളി മേടിച്ചെന്ന ഭക്ഷണം, പുള്ളിയുടെ കൂടെ കിടന്നുറങ്ങുക, മണിച്ചേട്ടൻ വാരി തന്നിട്ടുണ്ട്, കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിടവ് എങ്ങനെ നികത്താം എന്ന് പറഞ്ഞാൽ അത് നികത്താൻ പറ്റിയ ഒരാളും വന്നിട്ടില്ല. ഇപ്പോൾ നാദിർഷയ്ക്ക് ഇപ്പോഴും നാദിർഷോയിലും ഞങ്ങൾ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ പാടുമ്പോഴും അവർ മണിച്ചേട്ടൻ്റെ കഥകൾ പറയുമ്പോൾ നാദിർഷയ്ക്ക് ഇപ്പോഴും വിഷമിച്ച് അത്ര ഒരു ബന്ധമായിരുന്നു അവർ തമ്മിൽ. അപ്പോൾ ആ ഒരു ബന്ധം എന്താ പറയുക, ഒരു സൈഡ് പോയ പോലെ തന്നെയാണ്. അത് നമ്മുടെ ഒരാളില്ല, നമുക്ക് ഇനി ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ എല്ലാ ദിവസവും ഈ 365 ദിവസവും മണിച്ചേട്ടനെ കുറിച്ച് സംസാരിക്കാത്ത ഒരു ആളുണ്ടാവില്ല ഈ ലോകത്ത്. അത് വേറൊരാൾക്കും കിട്ടാത്തൊരു സംഭവം തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ വിടവങ്ങനെ നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദ്യ കാഴ്ച ഓർമ്മയുണ്ടോ? ആദ്യ കാഴ്ച എനിക്ക് തോന്നുന്നു വയനാട് ഒരു പ്രോഗ്രാമിനാണെന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റ് കാണുന്നത്. നാദിർഷോയ്ക്ക് മണിനാഥത്തിന് പോകുമ്പം അടുത്ത് കാണുന്നത്. മടിച്ചാൽ ഇഷ്ടംപോലെ കലാഭവനിൽ വന്നു പോകുന്നതും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരുടെ വീഡിയോ കാസറ്റൊക്കെ കണ്ടിട്ടാണ് ഞാൻ നാട് വിട്ട് കലാഭവനിലേക്ക് എത്തിയത്. അപ്പോൾ അബലച്ചനെ കാണാനൊക്കെ വന്നു പോയതൊക്കെ ഞാൻ കാണുന്നുണ്ട്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ കലാഭവനിൽ അച്ഛൻ്റെ കൂടെ. അപ്പോൾ കലാഭവൻ്റെ ഫ്രണ്ടിൽ ടൗൺ ഹാളിൻ്റെ മതിലേ കൊണ്ടുവന്നിട്ട് ഈ പോസ്റ്റർ ഒട്ടിക്കും. അപ്പോൾ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതാണ് ഞാൻ എപ്പോഴും പോയി നിൽക്കുക. രാത്രിയിൽ അവർ സൈക്കിളെ വന്നിട്ട് പോസ്റ്റർ ഒട്ടിക്കുന്നത്. മൈമൂണിലാണ് പടം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പം ഞാൻ ഇങ്ങനെ നോക്കി വയ്ക്കും. ഈ പോസ്റ്റർ സിനിമയാണല്ലോ നമ്മുടെ മനസ്സ് വീഴും. അപ്പോൾ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നവരുടെ കൂടെ ഞാൻ അങ്ങ് മുതൽ ഇങ്ങ് വരെ നടക്കും, ഓരോ സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നടന്ന സമയത്ത് അച്ഛൻ രാവിലെ ഒരു 4:30-5 മണിയാകുമ്പോൾ നടക്കാൻ ഇറങ്ങി വരും. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ തിളപ്പിച്ച് കൊടുത്തിട്ട് താഴെ ഇങ്ങനെ നിൽക്കുമ്പം അപ്പോൾ അച്ഛൻ ഇങ്ങനെ പോസ്റ്ററൊക്കെ പോയി നോക്കും. ഇങ്ങനെ അതായത് കലാഭവനിൽ ഏതെങ്കിലും പിള്ളേരിൻ്റെ അകത്തുണ്ടോ എന്ന് അച്ഛൻ അറിയേണ്ടത്. അച്ഛന് അങ്ങനെ വേറെ ഫോണും കാര്യങ്ങളൊന്നുമില്ല, ലാൻഡ് ഫോണും കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ സിനിമ ഇറങ്ങിയൊന്നും അച്ഛൻ അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അച്ഛൻ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കിയപ്പം അച്ഛൻ ഇതാരാ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു അച്ഛാ ഇത് മണിച്ചേട്ടനാണ്, കലാഭവൻ മണിച്ചേട്ടനാണിത്. മണിയുടെയാണോ ഇത്? അങ്ങനെ റിലീസ് ചെയ്ത വാസന്തി ലക്ഷ്മി റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി 9 മണിക്ക് ഷോയ്ക്ക് ഞാനും അച്ഛനും കൂടെ നടന്ന് കലാഭവൻ്റെ കയ്യിൽ ഇറങ്ങി ആരും അറിയാണ്ട് മൈമൂൺ തിയേറ്ററിൽ പോയിട്ട്, അന്ന് ലുലുവിലാണ് പടം ഓടുന്നത്, ലുലു പോയിട്ട് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനെന്ന് പറഞ്ഞ സിനിമ പുറകിലിരുന്ന അച്ഛൻ അവിടെ ഞങ്ങൾ എന്നിട്ട് പോയി ഓഫീസിൽ പോയി ടിക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇരുന്ന് കണ്ടു. അച്ഛനത് അത്രയും ഒരു എന്താ പറയുക, കലാഭവനിൽ ഒരാൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നതുള്ള ഇതാണ്. അപ്പം അന്ന് ഈ വാസന്തി ലക്ഷ്മിയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ്റെ അടുത്ത് വന്നിട്ടാണ് മണിച്ചേട്ടൻ പോയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മണിച്ചേട്ടനെ ജസ്റ്റ് ഒന്ന് കണ്ടു. നമുക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ ഇവരെ കാണണം എന്നുള്ളത്. അപ്പോൾ അടുത്ത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നാദിർഷക്കയുടെ കൂടെ കൂടിയതിന് ശേഷമാണ് നേരിട്ട് ഇത്ര അടുത്ത് കണ്ട് സംസാരിക്കുകയും ബന്ധങ്ങൾ കൂടുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനൊക്കെ തുടങ്ങുകയും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായത്. അങ്ങനെയാണ് മണിച്ചേട്ടൻ ആദ്യമായിട്ട് കലാഭവനിൽ വെച്ചിട്ട് സിനിമാ നടനായതിനു ശേഷമാണ്, മണിച്ചേട്ടൻ സിനിമാ നടനായതിനു ശേഷമാണ് ഞാൻ. ഈ മണിച്ചേട്ടൻ്റെ ഈ ഡ്യൂപ്പുകളുടെ ഒരു കാര്യമുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തെ ശരീരം ഉൾപ്പെടെ അനുകരിച്ച് ചെയ്യുന്നത്, ഇവരെ കാണുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻ എന്താ? അതിൽ പെർഫെക്റ്റ് ഒത്തിരി ഡ്യൂപ്പുകളുണ്ട്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് പലരും വിളിച്ച് അവരങ്ങനെ മോശമായിട്ട് പ്രതികരിച്ചു അല്ലെങ്കിൽ മോശമായിട്ട് കാണിച്ചു എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. മണിച്ചേട്ടന് ഇഷ്ടമായിരുന്നു അവർ. കാരണം ചാലക്കുടി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മണിച്ചേട്ടൻ നടത്തിയപ്പം അതിൻ്റെ അകത്ത് മണിച്ചേട്ടൻ ചെയ്ത ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചേട്ടനടക്കം 10 പേര്, ഒറിജിനൽ കലാഭവൻ മണിമാർ 10 പേര് മണിച്ചേട്ടൻ്റെ ഐഡിയ ആയിരുന്നു. അപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു, എടാ 9 ഡ്യൂപ്പുകളെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എല്ലാവർക്കും മെസ്സേജ്, അറിയാവുന്ന മിമിക്രിക്കാർക്കൊക്കെ ഞാൻ മെസ്സേജ് ഇട്ടിട്ട് എല്ലാവരോടും അറിയാവുന്നൊരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അങ്ങനെ 9 പേരെ നമ്മൾ കണ്ടുപിടിച്ചു. ഒരേപോലത്തെ കോസ്റ്റ്യൂം മേടിച്ചിട്ട് 9 പേരെയും നമ്മൾ ഓഡിയൻസിലിരുത്തി. മണിച്ചേട്ടൻ ഓഡിയൻസിലിരുന്നു. അന്ന് മണിച്ചേട്ടൻ ഏതൊരു പടത്തിന് വേണ്ടി മുട്ട അടിച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് മണിച്ചേട്ടൻ മുട്ട, ബാക്കി എല്ലാവരും മണിച്ചേട്ടൻ്റെ ഫിഗർ തന്നെ വരാൻ പറഞ്ഞു. ഈ 9 പേരെ സ്പോട്ട് ലൈറ്റ് ഇട്ട് നമ്മൾ ഓരോരുത്തർ ഓരോ വരിയ 4 പേര് വെച്ച് പാടും ഓരോ പാട്ടിൻ്റെ. കലാഭവൻ മണി വേദിയിൽ ഞാൻ ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ കലാഭവൻ മണി വേദിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടുന്ന് മറ്റേ ഒടപ്പഴം പോലൊരു അവിടെ ഒരു സ്പോട്ട് ലൈറ്റ്. അപ്പോൾ ആൾക്കാർ ഞെട്ടി, കയ്യടി ഇവിടെ അങ്ങനെ 9 പേര് കഴിഞ്ഞിട്ട് ഒറിജിനൽ ആൾ പുറകിൽ നിന്ന് കയറി വരും. അങ്ങനെ ഈ 9 പേരും 10 പേരെ നിരത്തി നിർത്തിയിട്ടൊരു പരിപാടി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മണിച്ചേട്ടന് ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഞെട്ടിപ്പോയത് രഞ്ജു ചാലക്കുടിയുടെ പെർഫോമൻസ്. ഈ നാദിർ ഷോയിൽ ഞാൻ രഞ്ജു ചാലക്കുടിനെ ആദ്യം കാണുന്ന നാദിർ ഷോയിൽ നാദിർഷൊക്കെ വിളിച്ചിട്ട് വന്നിട്ടാണ്. മണിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാമൊക്കെ നിന്ന് കഴിഞ്ഞ 2016 ഒക്കെ ആയപ്പോഴത്തേനും നാദിർ ഷോ തുടങ്ങിയ സമയത്ത്, നാദിർ ഷോ നടക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പിനെ ഈ നാദിർഷയ്ക്ക് ഓരോരുത്തരെ കണ്ടുപിടിക്കാൻ ഭയങ്കര ടാലൻ്റ്, ഭയങ്കര ടാലൻ്റ്. അവൻ ഇന്ന ഇതിൽ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഈ രഞ്ജു ചാലക്കുടീനെ ഒരു ദിവസം, രഞ്ജു എവിടെയൊക്കെയോ പാടി നടക്കുന്നുണ്ട്. ഞാൻ പണ്ട് മണിച്ചേട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പം പാടിയിലേക്ക് ചെല്ലുമ്പോൾ രഞ്ജു ഒന്ന് പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് അത്ര ഇത് തോന്നിയില്ല. കാരണം മണിച്ചേട്ടൻ മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം രഞ്ജു വന്നപ്പം രഞ്ജു ഡിറ്റോ മണിച്ചേട്ടൻ തിരിഞ്ഞു നിന്ന് വന്ന് ലൈറ്റ് തെളിയുമ്പോൾ മണിച്ചേട്ടൻ നമുക്ക് ഫീൽ ചെയ്യാം. അതെല്ലാവരും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെ കണ്ടപ്പം അതിലെനിക്ക് ഏറ്റവും ഒരു മനസ്സിൽ തട്ടിയ ഒരു ഡ്യൂപ്പ് എന്ന് പറയുന്നത് രഞ്ജു ചാലക്കുടിയാണ്. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പലരും വോയിസാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്, ചിലർ ഫിഗർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വോയിസും ഫിഗറും ഒക്കെ വന്ന് നിൽക്കുന്ന രഞ്ജുവിന് തന്നെയാണ്. അത് ചാലക്കുടി തന്നെയുള്ള ഒരാളാണ്. അതുകൊണ്ട് പലരും അത് ചെയ്യുമ്പം, ചിലർ ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം തോന്നി, എന്തിനാ കളിയാക്കുന്നത്, അവർക്കല്ലാതെ നല്ല രീതിയിൽ പാടിക്കൂടെ. അനുകരിച്ച് പാടുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. മണിച്ചേട്ടൻ ചെയ്തു വെച്ചത് ഇവർ ചെയ്യുമ്പോഴാണ് പ്രശ്നം. അല്ലാതെ ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞ് പാടിയിട്ട്, ഇപ്പോൾ അജീഷ് കോട്ടയൊക്കെ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടുന്നുണ്ട്. പക്ഷെ അജീഷ് ചേട്ടനൊക്കെ പാടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകരിച്ച് വോയിസ് ഇമിറ്റേറ്റ് ചെയ്തും അല്ലെ ഫിഗർ അനുകരിച്ചും അല്ല പാടുന്നത്, അവർ ഡയറക്റ്റ് അങ്ങ് പാടുകയാണ്. അപ്പോൾ അങ്ങനെ പാടുമ്പം ആൾക്കാർക്കും ഇഷ്ടമാണ്, വേറെ പ്രശ്നങ്ങളും ഇല്ല. ഈ അനുകരിച്ചത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരും, അത്ര ഒരു ഇതേ ഉള്ളൂ. അതിനോട് വേറെ പ്രശ്നമില്ല. പക്ഷെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു. ഈ കലാഭവൻ മണിയുടെ അദ്ദേഹത്തിൻ്റെ വിടവിന് ശേഷം അദ്ദേഹവുമായിട്ട് ഒരുപാട് സൗഹൃദം ഉണ്ടാകുന്നു സ്ഥാപിക്കുന്ന ചില ആളുകളുടെയൊക്കെ അഭിമുഖങ്ങളും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് ആ 17-18 കാലഘട്ടമായിരുന്നു ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. അതിൽ ഒരു വലിയ വിഭാഗമെങ്കിലും ഫേക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടില്ലേ? പിന്നെ ഞങ്ങൾ ആ കേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രതികരിക്കുന്നില്ല എന്ന് തന്നെ. നമുക്കറിയാമല്ലോ മണിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ചുരുങ്ങിയ സുഹൃത്ത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ. മണിച്ചേട്ടനെ സംബന്ധിച്ച് എല്ലാവരും സുഹൃത്തുക്കളായിരുന്നു.